പാർലമെന്റിൽ എങ്ങനെ വാങ്ങാം? ഒരു എം പിക്ക് 500 കോടിയാണ് വില. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഒരു എം പിക്ക് 500 കോടി. ആ 500 കോടി കൊടുത്തിട്ട് MLA MP മാരെ വിലക്ക് വാങ്ങുക. ഇപ്പൊ തന്നെ വിലക്ക് വാങ്ങി ഒരുപാടെണ്ണത്തിന്. ഓരോ രാഷ്ട്രീയ പാർട്ടി ഇവന്റെ ഒപ്പം നിൽക്കുന്ന നിരവധി രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിച്ച് അതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഇപ്പോൾ കുറച്ചുകൂടി കൊല്ലം കഴിയുമ്പോഴേക്ക് 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഇവിടെ ഈ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടനാ ഭേദഗതി നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നമ്പർ MP മാരാകും എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വലിയ വിലയാണ് കൊടുക്കുന്നത്. ഒരു MP ക്ക് 500 കോടി രൂപ. പിന്നെ ഭരണഘടനയെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ളൊരു സമൂഹമാണ് കേരളത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട് വരുന്നത്. ഭരണഘടനയെ പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുക, ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, എന്നിട്ട് അവർ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകുക, എന്നിട്ട് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നടക്കുക. ഇതാ ഇന്ത്യയിലെ മുദ്രാവാക്യം. ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അതിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾക്ക് രക്ഷപ്പെട്ടു പോകുന്നുള്ള ഒരു തിരിധാരണയും വേണ്ട. ഒരു ഹിന്ദുവും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാമന്റെ പേര് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രമാണ് അയോധ്യയിൽ. വലിയ പട്ടണം തന്നെ, നഗരം തന്നെയാണ് രൂപപ്പെടുത്തിയത്. ഇപ്പോഴതിൻ്റെ കൺസ്ട്രക്ഷനിൽ 40% കമ്മീഷനാണെന്നാണ് പറയുന്നത്. അവിടെ കാണിക്കയായി കിട്ടിയ സ്വർണവും വെള്ളിയും എല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഒരു RS തന്നെ പറഞ്ഞത്, ഇതിനോട് യോജിപ്പില്ലാതെ ഒരാൾ പറഞ്ഞത്, എന്നോട് തന്നെ പറഞ്ഞത് 20,000 കോടി രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നതെന്നാണ്. 20,000 കോടി രൂപയുടെ കൊള്ള. അതിനുശേഷമാണ് ഈ പറഞ്ഞ എന്നോട് ഇത് പറയുമ്പോൾ ഈ 40% കമ്മീഷനൊന്നും പറഞ്ഞിരുന്നില്ല അതിന് നിർമ്മാണ പ്രവർത്തനത്തിൽ. അവിടെയുള്ള സ്വർണവും വെള്ളിയും ഗതയും എല്ലാം കൊണ്ടുപോയതിനെ പറ്റിയേ പറഞ്ഞിരുന്നു. ഇതൊക്കെ നടത്താൻ സാധിക്കുന്ന രീതിയിലാണ്, വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കൊള്ള മുഴുവൻ നടക്കുന്നത്. വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ഫാസിസം, നവഫാസിസം രൂപപ്പെടുത്താനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഞ്ചിനിഞ്ച് പൊരുതിക്കൊണ്ട് മാത്രമേ ഈ ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവഫാസിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരാഗ്രഹിക്കുന്ന രീതിയിൽ കോർപ്പറേറ്റ് താല്പര്യമനുസരിച്ച്, നമ്മൾ സാധാരണ പറയുമ്പോൾ എപ്പോൾ പറയാറുണ്ട്, ഇത് ഹിന്ദു രാഷ്ട്രമായി കളയും, ഒരു സംശയവുമായിട്ട് ആക്കൂല. കോർപ്പറേറ്റ് താല്പര്യമനുസരിച്ച് ഹിന്ദു രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുക ചെയ്യാം. ആ കോർപ്പറേറ്റുകളെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയില്ല. അദാനിയെയും അംബാനിയെയും വിട്ടുകൊണ്ട് ഒരു കളിയോടിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദു രാജ്യം തന്നെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോയേഴ്സ് യൂണിയന്റെ ഇനി അങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടം, നിയമയുദ്ധം, ഭരണഘടന നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധം നടത്തേണ്ടതുണ്ട്, നടത്താനാവുമെന്നാണ് സമീപകാല രാജ്യം തെളിയിച്ചത്.